നമസ്കാരം. ആരാണ് മണ്ണാറശാലയിൽ അമ്മ? അമ്മയുടെ ഐതിഹ്യവും ചരിത്രവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അമ്മ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവും ഐതിഹ്യവും ഒന്നും തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ശ്രീദേവി അന്തർജനത്തിനും വസുദേവർക്കും നാഗരാജാവിൻ്റെ അനുഗ്രഹത്താൽ കുട്ടികൾ ഉണ്ടാവുകയും അതിലൊന്ന് മനുഷ്യ ശിശുവും മറ്റേത് നാഗശിശുവുമായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. മനുഷ്യക്കുട്ടി വളരുംതോറും മനുഷ്യരുടേതുപോലെയുള്ള ശരീരപ്രകൃതവും, എന്നാൽ നാഗരാജാവായ അനന്തൻ വളരുംതോറും പ്രകടമായ മാറ്റങ്ങളുണ്ടായി. ഇല്ലത്ത് സഞ്ചരിക്കാനാവാത്ത സ്ഥിതി വന്നു. ഇത് തുടർന്ന് നാഗരാജാവ് നിലവറയിൽ കയറി ഒളിച്ചു. ഇതിനെ തുടർന്ന് മാതാവായ ശ്രീദേവി അന്തർജനം കടുത്ത വിഷമവും ദുഃഖവും അനുഭവിച്ചു. അമ്മയുടെ സങ്കടം സഹിക്കാനാകാതെ മകനായ നാഗരാജാവ് ഇപ്രകാരം അരുളി: വർഷത്തിലൊരിക്കൽ എൻ്റെ അമ്മയ്ക്ക് മാത്രം എന്നെ കാണാം, എനിക്ക് നിവേദ്യം സമർപ്പിക്കാം. എന്നെ കാണുവാനും എനിക്ക് നിവേദ്യം സമർപ്പിക്കുവാനുമുള്ള അധികാരവും എൻ്റെ അമ്മയ്ക്ക് മാത്രം. അമ്മ വിഷമിക്കാതെ എന്ന് ഇപ്രകാരം അരുളി നാഗരാജാവ് നിലവറയിൽ തന്നെ തുടർന്നു. അമ്മയുടെ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായി അമ്മയായ ശ്രീദേവി അന്തർജനത്തിൻ്റെ സമാധിയെ തുടർന്ന് പിന്തുടർച്ചക്കാരായി കുറേ അമ്മമാർ മണ്ണാറശാലയിൽ ചുമതലയേറ്റിട്ടുണ്ട്. അതിൽ പ്രധാനിയും ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തത് ദിവ്യശ്രീ സാവത്രി അന്തർജനമാണ്. മണ്ണാറശാലയമ്മയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന സാവത്രി അന്തർജനം തൻ്റെ ചെറുപ്പകാലത്ത് മണ്ണാറശാല ഇല്ലത്ത് വേലി കഴിച്ചെത്തിയതാണ്. ഏതാണ്ട് തൻ്റെ 14-ാമത്തെ വയസ്സിൽ മണ്ണാറശാല അമ്മയായി ചുമതലയേറ്റ സാവത്രി അന്തർജനം 75 വർഷത്തോളം മണ്ണാറശാല അമ്മയായി ചുമതലയേറ്റിരുന്നു. അമ്മയുടെ ദേഹത്തോടെ സർപ്പക്കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു നടന്നിരുന്നതായി കണ്ടിട്ടുള്ള ഭക്തജനങ്ങൾ വരെയുണ്ട്. അമ്മയൊന്ന് പ്രാർത്ഥിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല. ഐശ്വര്യ സ്വരൂപിണിയായിരുന്നു ദിവ്യശ്രീ സാവത്രി അന്തർജനം. അമ്മയുടെ കൂടെ സർപ്പക്കുഞ്ഞുങ്ങൾ കയറിക്കിടന്ന് ഉറങ്ങുക വരെ ചെയ്തിരുന്നു. മണ്ണാറശാലയിലത്തെ ഏറ്റവും തലമുതിർന്ന അന്തർജനങ്ങൾ ഉണ്ടെങ്കിലും അവിടെ വേലി കഴിച്ചെത്തുന്ന മുതിർന്ന അന്തർജനങ്ങൾക്കാണ് മണ്ണാറശാല അമ്മയാകുവാനുള്ള നിയോഗമുള്ളത്. ശ്രീദേവി അന്തർജനത്തിൻ്റെ സമാധിയെ തുടർന്ന് മറ്റൊരു അമ്മ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുകയല്ല, പലരും പറയപ്പെടുകയാണെന്ന്. അങ്ങനെയല്ല, സ്വന്തം അമ്മയ്ക്ക് ശേഷം മറ്റൊരമ്മയും ചുമതലയേറ്റിരുന്നു. അമ്മയുടെ ചിത്രങ്ങളൊന്നും ആ കാലത്ത് ലഭ്യമായിരുന്നില്ല. ആ അമ്മയ്ക്ക് ശേഷമാണ് ദിവ്യശ്രീ സാവത്രി അന്തർജനം ചുമതലയേറ്റത്. അമ്മയുടെ സമാധിക്ക് ശേഷം അമ്മയ്ക്ക് മക്കളില്ലാത്ത കാരണത്താൽ അമ്മയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ പത്നിയായ ഉമാദേവി അന്തർജനത്തിന് 1998 നിയോഗമെത്തുകയും അന്നത്തെ ഇളയമ്മയായിരുന്ന ഉമാദേവി അന്തർജനം അമ്മയുടെ ദിവ്യശ്രീ സാവത്രി അന്തർജനത്തിൻ്റെ സഹായിയായിരുന്ന അമ്മ പിന്നീട് ഇളയമ്മയാവുകയും തുടർന്ന് 1998 മണ്ണാറശാല അമ്മയായിരുന്ന ദിവ്യശ്രീ സാവത്രി അന്തർജനത്തിൻ്റെ സമാധിയെ തുടർന്ന് ദിവ്യശ്രീ ഉമാദേവി അന്തർജനം അന്നു മുതൽ മണ്ണാറശാല അമ്മയായി തുടർന്നു പോരുകയായിരുന്നു. ഏതാണ്ട് 26 വർഷം കാലം അമ്മ മണ്ണാറശാല അമ്മയായി തുടർന്നു. ദിവ്യശ്രീ ഉമാദേവി അന്തർജനം 2023 സമാധിയായത്. അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായിരുന്നു. 2016 അമ്മ അവസാനമായി നമ്മുടെ കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യത്തിന് നാഗരാജാവിൻ്റെ പണവുമേന്തി നിലവറയിൽ പൂജ നടത്തിയത്. അമ്മയ്ക്ക് ശേഷം 2023 അമ്മയുടെ സമാധിക്ക് ശേഷം ദിവ്യശ്രീ സാവത്രി അന്തർജനമാണ് ഇപ്പോഴത്തെ മണ്ണാറശാലയിലെ അമ്മ. കോട്ടയം ത്താണ് അമ്മയുടെ സ്വദേശം. അമ്മ ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിൻ്റെ സഹോദരൻ്റെ പത്നിയായിരുന്നു. 1998 മുതൽ ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിൻ്റെ സഹായിയായി ഇളയമ്മയായിരുന്നു. ഇപ്പോൾ മണ്ണാറശാല അമ്മയായിരുന്ന ഉമാദേവി അന്തർജനം 2023 സമാധിയായതിനെ തുടർന്ന് ദിവ്യശ്രീ സാവത്രി അന്തർജനത്തിന് നിയോഗമേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 7 വർഷത്തിന് ശേഷം 2023 ആയില്യത്തിന് അമ്മ എഴുന്നള്ളിക്കാൻ സാധിച്ചില്ല. കാരണം ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിൻ്റെ സമാധി വർഷമായതിനാൽ ആ വർഷം എഴുന്നള്ളത്തില്ലായിരുന്നു. പതിവ് പൂജകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവാഭരണം ചാർത്തിയുള്ള പൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നീട് 2024 7 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് വിരാമമിട്ട ദിവ്യശ്രീ സാവത്രി അന്തർജനം നാഗരാജാവിനെ ഇല്ലത്തെ നിലവറയിലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചിരുന്നു. ഇതിന് ഈ ചടങ്ങ് ചെയ്യുവാൻ മണ്ണാറശാല അമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അമ്മയ്ക്ക് പകരമായി ഇല്ലത്തെ നാഗരാജാവിന് പൂജകൾ സമർപ്പിക്കാനുള്ള നിയോഗവും എഴുന്നള്ളിക്കാനുള്ള നിയോഗവും അമ്മയിൽ മാത്രം നിക്ഷിപ്തമാണ്. അതിനാലാണ് ദിവ്യശ്രീ ഉമാദേവി അന്തർജനം കിടപ്പിലായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറണം കിടപ്പിലായിരുന്നു. അതിനാൽ അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എഴുന്നള്ളത്ത് നടത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് ശേഷമാണ് 2024 എഴുന്നള്ളത്ത് നടന്നത്. ദേഹാസ്വാസ്ഥ്യം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അമ്മ നിത്യേനെ പൂജകളിൽ ഏർപ്പെട്ടില്ലെങ്കിലും ഭക്തർക്ക് നിത്യവും ദർശനവും അനുഗ്രഹവും ഒക്കെ അമ്മ നൽകുമായിരുന്നു. ഇല്ലത്തെ അന്തർജനങ്ങൾ മണ്ണാറശാല അമ്മയായി നിയോഗം ലഭിക്കുന്ന അമ്മമാർക്ക് ചില പ്രത്യേക നിഷ്ഠകളുണ്ട്. നിത്യബ്രഹ്മചാരിണിയായി അമ്മ മാറും. ഈ പ്രാവശ്യം ആയില്യ എഴുന്നള്ളത്തിന് ശേഷം സാവത്രി അന്തർജനം ക്ഷേത്രത്തിൽ നിന്ന് ഇല്ലത്തേക്ക് മടങ്ങുന്ന വഴി അമ്മയ്ക്ക് ദർശനമായി മകൻ എത്തുകയും ചെയ്തിരുന്നു. നാഗരാജാവ് അമ്മയുടെ മുൻപിലേക്ക് പ്രത്യക്ഷം നൽകുകയും ഇത് നാഗരാജാവ് അമ്മയെ കാണാൻ എത്തിയതാണ് എന്ന് തന്നെ നമുക്ക് ലഭ്യമായ വീഡിയോകളിൽ നിന്നൊക്കെ ദർശന പുണ്യം തന്നെയാണ്. ഭൂമിയിലെ ഏറ്റവും കാണപ്പെട്ട ദൈവമാണ് നാഗദൈവങ്ങൾ. അമ്മയെ കാണുവാൻ മകൻ എത്തുകയും ഇല്ലത്തെ മറ്റുള്ളവർ പറയുന്നത് ഇത് നാഗരാജാവ് ആയില്യ പൂജകളിലൊക്കെ സംപ്രീതനാണ് എന്ന് കാണിക്കാൻ കൂടി അമ്മയെ കാണുവാനും കൂടിയാണ് എത്തിയത് എന്നാണ് ഇല്ലത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി.